അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. അതിന് പറ്റിയ കൂട്ടായി നിൽക്കുന്നത്. രണ്ടും കൂടി ഈ വീട് തിരിച്ചു വെക്കാതിരുന്നാൽ മതിയായിരുന്നു. വന്ന് കയറിയപ്പോഴെ കൊച്ചുങ്ങളുടെ കുറ്റം പറഞ്ഞു നിൽക്കാതെ അകത്തേക്ക് പോ പിള്ളാരെ. ആദ്യം എന്നെക്കുറി ഷേക്കാനും കൊടുത്ത് വീണ്ടും എടുത്താൽ പൊങ്ങാത്ത ബാഗും ഇട്ട് ആടിയാടി നടപ്പ് തുടങ്ങി. വിഷുവിന്റെ താഴെ ഒരു മുറിയും വൈകക്കും ആദിക്കും മുകളിൽ ഡെവിയുടെ റൂമിനപ്പുറത്തൊരു റൂമുമാണ് കിട്ടിയത്. ആദ്യമായി മുറിയിൽ കയറിയതും യുദ്ധം തുടങ്ങിയതാണ് വൈക. ഈ അമ്മച്ചി എന്റുവ, ഞാൻ കുലിക്കൂല്ല. കുളിക്കാതെ പിന്നെ ഈ കൂറ വേഷത്തിന് ഇവിടെ നടക്കാനാണ് ഉദ്ദേശം? വാശി കാണിക്കാതെ വന്നേ ആദി. ഞാൻ വരൂല, എന്നെ വാക്ക് പറഞ്ഞാൽ ഞാൻ രവിയൊരു പാഞ്ഞു കൊക്കും. എന്നെ പോയി പറഞ്ഞിട്ട് വാ. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് കുളിക്കാതെ എൻ്റെ മോളി റൂമിൽ നിന്ന് പോകില്ല. ഞാൻ വേരുപ്പിറ്റ പോരെ കുച്ചനോ. അമ്മയുടെ പൊന്നിങ് വന്നേ, ഞാൻ പറയട്ടെ. ഇവിടെ വന്നപ്പോൾ അന്നയെ കണ്ടില്ലേ? മോളെ പോലെ തന്നെ ഒരു കിളിക്കാൻ പറ്റി കുളിച്ച് സുന്ദരിയായിട്ടല്ലേ എന്നെ അവിടെ നിന്നത്. അതുപോലെ എൻ്റെ ആദ്യം ഇടുക്കിയായി നിൽക്കണം. എന്നാൽ മാത്രമേ രണ്ടു പിള്ളേയും കളിക്കാൻ വിടൂ. എന്നെ ഞാൻ കുറ്റോല്ലാം. ആ അതാ നല്ലത്. അതും പറഞ്ഞ് ആദ്യം കുളിക്കാൻ പോയി. എല്ലാവരുടെയും ഒപ്പമിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പോലും അമ്മച്ചിയുടെ കണ്ണുകൾ അതിൽ തന്നെ കോർത്തു. ഞാൻ ഈ ടിക്കറ്റ് തരൂല. കയ്യിലിരിക്കുന്ന ചിക്കൻ പീസ് പിന്നിലേക്ക് ഒളിപ്പിച്ച് വെച്ച് അമ്മച്ചിയെ നോക്കി അവൾ പറഞ്ഞു. അയ്യോ എനിക്ക് വേണ്ടായേ, ഞാൻ വേണേ ഒരു ചിക്കൻ കൂടി തന്നേക്കാം. എനിക്ക് വേണ്ട. എന്നെ കൊച്ചു എന്തായാലും ഒന്നും മിണ്ടാതിരിക്കുന്നേ. പാപ്പേ, ഞാൻ ആജിരെ കൂടെ കച്ചോറ്റേ. അതെന്നാ എൻ്റെ കൊച്ചു അങ്ങനെ ചോദിച്ചത്? മോളുടെ കൂടെ കളിക്കാനല്ലേ. എന്താ എന്നെ കൊച്ചു വന്നത് തന്നെ? അയ്യേ, ഞാൻ കച്ചോ എന്നെ കൊച്ചേ. എന്താ വിളിച്ചത്? അന്നെ കൊച്ചേന്നോ? ഇത്രയും നാൾ അങ്ങനെ ഒരു വിളിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് എവിടുന്ന് വന്നു അത്? എല്ലാരും വിറ്റുവിനായല്ലേ, അതുകൊണ്ട് ഞാനും അങ്ങനെ വിറ്റാൻ പോന്നേ. അപ്പൊ ആദ്യം എന്നെ മോൾ എന്തുവാ വിളിക്കുന്നേ? ആദ്യമോലെന്നെ. കൊഞ്ചിയുള്ള ആ വിളി കേട്ടതുമ്പോൾ എല്ലാവരിലും ഒരു ചിരി പിരിഞ്ഞു. എന്നാലേ അന്നെ കൊച്ചു ആദ്യമോള് വേഗം കഴിക്കാൻ നോക്കിയേ. രണ്ടു പേര് പ്ലേറ്റിൽ നുള്ളി പറിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരായി. ഞാൻ കച്ചുവാ. ഞാനും. ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഹാളിൽ ഒത്തുകൂടിയതാണ്. അപ്പോഴാണ് അവിടേക്ക് വൈകി കുറച്ച് കവറുകളുമായി വന്നത്. എന്താടാ ഇത്? ഇതെല്ലാവർക്കും വാങ്ങിയ ഡ്രസ്സുകളാണ്. അളവ് കൃത്യമാണെന്ന് ഉറപ്പില്ല. ഡ്രസ്സോ? എന്തിനാ വൈകി അതൊക്കെ വാങ്ങാൻ പോയത്? ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം അല്ലേ ആദി? മോളിത് അമ്മച്ചിക്കും ബാക്കി എല്ലാവർക്കും കൊടുത്തേ. വൈക കൊടുത്ത കവറുകൾ ആദ്യം തന്നെ എല്ലാവർക്കും കൊടുത്തു. അന്നക്ക് ഡ്രസ്സിനോടൊപ്പം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അന്ന ആ ചോക്ലേറ്റിന്റെ പകുതി ആദ്യക്ക് നേരം നീട്ടി. ആദ്യം ഇത് വാങ്ങാതെ വൈകിയെ നോക്കി. വാങ്ങിക്കോ മോളെ. എല്ലാവരും പറഞ്ഞതും ആദ്യം ആ ചോക്ലേറ്റും വാങ്ങി. പിന്നീട് അവർ രണ്ടുപേരും അവരുടേതായ ലോകത്തായിരുന്നു. അവിടെ കളിയും ചിരിയും ബഹളവുമായി അവരൊന്നിച്ചപ്പോൾ മറ്റൊരു വശത്ത് മുതിർന്നവർ വേറെ ചർച്ചയിലായിരുന്നു. യാത്രാക്ഷീണവും ചെറിയ തലവേദനയും ഉള്ളതുകൊണ്ട് വിഷൻ നേരത്തെ പോയി കിടന്നു. ഇങ്ങനെ ഇരിക്കുവാണോ? ഉറങ്ങൊന്നും വേണ്ടേ ആർക്കും? ദേ കുഞ്ഞുങ്ങൾ രണ്ട് ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അത് കേട്ടതും മോളിക്കുട്ടിയും വൈകിയും ചെന്ന് രണ്ട് മക്കളെയും എടുത്തു. വെറുതെ ഇരുന്ന് സമയം കളയാതെ പോയി ഉറങ്ങാൻ നോക്കി എല്ലാവരും. ബാക്കിയെല്ലാം ഇനി നാളെ സംസാരിക്കാം. വൈക മുറിയിലേക്ക് ആദ്യം കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് ടേബിളിൽ നിന്നൊരു കവറുമായി ഡോറിന് പുറത്തേക്ക് നടന്ന് ഡെവിയുടെ വാതിലിന് മുന്നിലെത്തി. തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആരെയാ ഇത്രയും കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് നോക്കുന്നത്? അത് ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അതെന്തിനാണെന്നാ ചോദിച്ചത്? ദാ ഇതൊന്ന് തരാനായിരുന്നു. കയ്യിലിരുന്ന കവർ അവന് നേരെ നീട്ടിയപ്പോൾ പറഞ്ഞു. എന്താ ഇതില്? തുറന്ന് നോക്ക്. അവൻ ആ കവർ വാങ്ങി പൊട്ടിച്ചു. ഒരു ബ്ലൂ കളർ ഷർട്ടായിരുന്നു അതിൽ. കൊള്ളാലോ. അല്ല, ഇതെന്തിനാ എനിക്ക്? ഡേവി എൻ്റെ ഷർട്ട് ഇടില്ലേ? അതല്ലടോ, ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നെന്ന് പറയായിരുന്നു. എന്നാൽ അതിങ്ങ് തന്നേക്ക്, ഞാൻ ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാം. അത് താൻ വേറെ വാങ്ങി കൊടുത്താൽ മതി. ഗിഫ്റ്റ് തന്ന സാധനം തിരിച്ചു ചോദിക്കുന്നത് ശരിയല്ല. ഓ, ഇപ്പം അങ്ങനെയായോ? ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണണടോ. ആട്ടെ, എല്ലാവരെയും ഇഷ്ടമായോ? ഞങ്ങളുടെ നാടും വീടും എല്ലാം? വീട് നല്ലതുപോലെ ഇഷ്ടമായി. നാട് കാണാൻ നാളെ തൊട്ട് ഇറങ്ങുമല്ലേ, നമുക്ക് അവിടെ വെച്ച് കാണാം. തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആരോട് വേണമെങ്കിലും പറയാട്ടോ. വൈകൊരു ചിരി അതിന് മറുപടിയായി നൽകി. എന്നാ പോയി കിടക്കടോ, കുറച്ചുകൂടി നിന്ന് നല്ല മഞ്ഞാക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദ്യം ചെയ്ത് നിർത്തി കിടക്കുമ്പോൾ വൈക ആലോചിച്ച് ഡെവിയെ പറ്റിയായിരുന്നു. ഡെവിക്ക് തന്നോടുള്ള സമീപനം ഒരു സുഹൃത്തിനോടെന്നുള്ളത് പോലെയാണ്. പക്ഷേ എന്നാലും ചിലപ്പോൾ തനിക്ക് നേരെ വരുന്ന ചിരിയും നോട്ടവും അതൊരിക്കലും സൗഹൃദം എന്ന് പറയാൻ കഴിയില്ല. അപ്പം അത് പ്രണയമാണ്. എന്തൊക്കെയാ വൈക നീ ആലോചിക്കുന്നത്? അവനെപ്പോലെ ഒരാളെ പറ്റി അങ്ങനെയൊക്കെ ആലോചിക്കാൻ കൂടി കഴിയുമോ നിനക്ക്? അവൻ്റെ യോഗ്യതയുടെ ത്രാസിൽ അളക്കാൻ നിനക്കുള്ളത് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമല്ലേ? പാടില്ല, ഒരിക്കലും അങ്ങനെ നീ ചിന്തിക്കാൻ കൂടി പാടില്ല. ഒരു പക്ഷേ ഡെവിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എന്താവും ഞാൻ മറുപടി കൊടുക്കുന്നത്? ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ
ഇതിനു വേണ്ടി കാത്തിരിക്കുവായെന്ന് ചോദിക്കുവോ? ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? പക്ഷേ അതിന് കാരണം ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? ഓ, ഇങ്ങനെ ആലോചിച്ച് കയ്യിൽ നാഗം മുഴുവൻ വായിലെത്തി. എനിക്ക് എന്താ ഒരു കുറവ്? സുന്ദരിയല്ലേ, ജോലിയില്ലേ, പിന്നെ സ്വഭാവം വലിയ കുഴപ്പമില്ലാത്ത സ്വഭാവമാണ്. ഇതൊക്കെ പോരെ? അയ്യേ, ഞാൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഡേബി എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? നല്ല ജോലി, സ്വഭാവം, കാണാൻ ലുക്ക്, പിന്നെ നല്ലൊരു കുടുംബവും. ഇങ്ങനെയുള്ള ഡേബിക്ക് എന്നേക്കാൾ നല്ല 1000 പേരെ കിട്ടും. ശരിയല്ലേ? ഡേബിയെ പോലെ ഒരാൾക്ക് ചേരുന്നതല്ല ഞാൻ. ഡേബിക്ക് വിധിച്ച പെൺകുട്ടി എവിടെയോ ഉണ്ട്. അവരാണ് ഒന്നിക്കേണ്ടത്. എനിക്കെൻ്റെ കുഞ്ഞു മതി. ഈ ജീവിതം മനോഹരമാക്കാൻ അവളേക്കാൾ നല്ലൊരു പാർട്ട്ണർ എനിക്ക് കിട്ടാനില്ല. ഒരുപാട് സമയങ്ങളിൽ നിശബ്ദത മാത്രം നിറഞ്ഞു. ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ഡേബിയോട്? എനിക്ക് എന്താ പറയാനുള്ളത്? പ്രണയാണോ? പക്ഷെ ഒരിക്കലും ഞാനത് ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തോ ആലോചിച്ചിട്ട് ഇതൊക്കെ മനസ്സിൽ വരുന്നത്. എനിക്ക് പ്രണയാണോ ഡേബിയോട്? നീ എന്തൊക്കെയാ വൈകി ആലോചിച്ച് കൂടുന്നത്? പ്രണയം പോലും അപ്പോൾ കാശേട്ടനോടുണ്ടായിരുന്നതോ? അത് ഇതായിരുന്നു? ഒരിക്കലുമല്ല. ഇത് പ്രണയമൊന്നും അല്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് വട്ട് പിടിക്കത്തേ ഉള്ളൂ. നിനക്ക് നീയും മോളും, അത് മതി, അത് മാത്രം. മനസ്സിൽ അത്രയും ഉറപ്പിച്ച് ആദ്യം നെഞ്ചോട് ചേർത്ത് പിടിച്ചവൾ ഉറക്കത്തിലേക്ക് വീണു. യാത്രാക്ഷീണമുള്ളത് കൊണ്ട് വൈകി നന്നായി ഉറങ്ങിയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 7 മണി കഴിഞ്ഞു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ 7:30 കഴിഞ്ഞിരുന്നു. ഉറങ്ങുന്ന ആദിക്ക് പുതപ്പ് നേരെ ഇട്ട് കൊടുത്തവൾ പുറത്തേക്ക് ഇറങ്ങി. സങ്കോചത്തോടെയാണ് അവൾ താഴേക്ക് വന്നത്. അവിടെ ആരെയും കാണാതിരുന്നപ്പോൾ അടുക്കളയിലേക്ക് നടന്നു. അവിടെ പാത്രങ്ങളോട് മല്ലിടുന്ന മോളുകുട്ടിയെ കണ്ടതും അകത്തേക്ക് നടന്നു. ആ, എഴുന്നേറ്റോ? നന്നായി ഉറങ്ങാൻ പറ്റിയോ? അതോ സ്ഥലം മാറി കിടന്നതിൻ്റെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? നന്നായി ഉറങ്ങി. എഴുന്നേക്കാൻ താമസിക്കുകയും ചെയ്തു. ഓ, അതിനിപ്പോൾ എന്നതാ ഉറക്കം? അത് മാറുന്നവരെ ഉറങ്ങി തീർക്കണം. അല്ലാതെ ചാട പിടിച്ച് എഴുന്നേറ്റിട്ട് എന്നാ കാര്യം? വെറുതെ ആ ദിവസം മുഴുവൻ ആ ക്ഷീണം കൊണ്ട് നടക്കാനോ? രാവിലെ എഴുന്നേൽക്കുന്നതാ എന്നും. ഇന്നലെ മുഴുവൻ യാത്രയായിരുന്നില്ലേ? അതിന് ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. ആ, രാവിലെ കുളി കഴിഞ്ഞല്ലേ? എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഒരു പോത്തിനെയും പശുക്കുട്ടിയും കൂടി കുളിപ്പിച്ചിട്ട് വേണം ഒന്ന് കുളത്തിൽ പോയി മുങ്ങാൻ. പോത്തോ? ഇവിടെ പോത്തുണ്ടോ? പണ്ടൊരിക്കലും വീടിൻ്റെ അടുത്തൊരു അപ്പൂപ്പനുണ്ടായിരുന്നു. അന്ന് ഞാനൊന്ന് തൊടാൻ പോയതാ. എൻ്റെ നേരെ ചീരിയൊരു വരവായിരുന്നു. അന്ന് ഓടിയതാ ഞാൻ അതിൻ്റെ അടുത്തിന്ന്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെന്താ, തൊടുകയെ ചവിട്ടേ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഈ പോത്ത് ഒന്നും ചെയ്യില്ല. ഇവിടെ ഇപ്പം ഇല്ല. വരുമ്പോൾ കാണിക്കാൻ ഞാൻ. പാടത്താണോ? പാടത്താണോ അയ്യത്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരുമ്പോൾ ഞാൻ മുന്നിൽ കൊണ്ട് നിർത്താം. പോരെ? മതി. ചായയാണോ കാപ്പിയാണോ ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇടാന്ന് കരുതി. അച്ഛന് ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛന് എണീറ്റോ? ആ, പറമ്പെല്ലാം ചുറ്റിക്കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ ഒരു പറകീസേട്ടനുണ്ട്. റബ്ബർ വെട്ടാൻ വരുന്നതാ. പുള്ളിയുടെ കൂടെ പോയതാ. അല്ല, ഇപ്പോഴും കുടിക്കാൻ വേണ്ടത് പറഞ്ഞില്ല. എനിക്ക് കാപ്പി മതി. ചായ കൂടി കുറവാ, ഞാനിടാം. ആ, അത് കൊള്ളാം. കൊച്ചിപ്പോഴത്തെ ഗസ്റ്റാണ്. പിന്നെ ഞാനും കാപ്പിയുടെ ആളാ. എനിക്കും ചായ ഇഷ്ടമല്ല. അതിനൊക്കെ എൻ്റെ അതിയാൻ 4 നേരം ചായ കൊടുത്താൽ ഒരു പരാതിയില്ല, കുടിച്ചോളും. മോളിക്കുട്ടിയുടെ സംസാരം കേട്ടതും വൈകി അറിയാതെ ചിരിച്ചുപോയി. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ? അമ്മച്ചി അപ്പച്ചൻ്റെ അടുത്തുണ്ടാവും. രാവിലെ ചായ കുടിച്ചുകൊണ്ട് ആ കല്ലർക്ക് മുന്നിലിരുന്ന് വർത്താനം പറയുന്നത് അമ്മച്ചിയുടെ ശീല. പിന്നെ എൻ്റെ ഒപ്പത്ത് എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഇവിടെ ഒരു അങ്കാണ്. പിന്നുള്ളത് ആരാ? ആ, എൻ്റെ അതിയാൻ. അങ്ങേരും ഡെബിയും കൂടി രാവിലെ ഊര് ചുറ്റാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ കാട്ടുമുകളിൽ കയറുന്നത് കർത്താവിനറിയാം. അതെന്താ? ഡെബി ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങേര് കൂടിയുണ്ടെങ്കിൽ അവനെ കൂടി വല്ല ഏടാ കൊടുത്ത് ചാടിക്കും. ഇത് കേട്ടുകൊണ്ടാണ് ഡെബിയും ജോയിയും അവിടേക്ക് വന്നത്. അത് ഞാനല്ല, തെക്കേത്തൊടിയിലെ ഔസേപ്പ്. ദേ, എൻ്റെ ആപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. ഇത് നല്ല കൂത്ത്. നിനക്ക് എന്നെ പറയാം, പക്ഷെ എനിക്ക് നിന്റെ അപ്പനെ പറയാൻ പറ്റുകയില്ലല്ലേ? അത് നിങ്ങൾ ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞേ. എൻ്റെ അപ്പം നിങ്ങളെപ്പോലെ ഏടാ കൂടെ എന്തുകൊണ്ട് ചാടാൻ നോക്കിയിരിക്കുവല്ല. ഓ, നിർത്ത്. രണ്ടും അവിടെ നിർത്ത്. നീ എന്നെ കോഫിങ് താ. വേണ എടുത്ത് കുടിക്കടാ. ഞാൻ ഇങ്ങനെ കൊല്ലും. ഞാനാകെ പേർത്ത് നിൽക്കുവാടി. ഒന്നിങ്ങ എടുത്ത് താ. അപ്പോഴേക്കും മോളിക്കുട്ടിയുടെ കയ്യിൽ നിന്നും ഏകദേശം കിട്ടാറായെന്ന് മനസ്സിലാക്കിയ ജോയി ഇറങ്ങി ഓടിയിരുന്നു. അവന്റെ പിന്നാലെ പരത്തിക്കൊണ്ടിരുന്ന ചപ്പാത്തി കോലുമായി മോളിക്കുട്ടിയും. ഇത് കണ്ട അതിശയത്തിൽ നിന്ന് വൈകി നേരെ നോക്കിയത് ഡെബിയുടെ മുഖത്തേക്കാണ്. താനിങ്ങനെ നോക്കൊന്നും വേണ്ട. അതുങ്ങൾ പണ്ടേ ഇങ്ങനെയാ. കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കിക്കോ, അടയും ചക്കരയായിട്ട് തിരിച്ചു വരുന്നത് കാണാം. തനിക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു കോഫി താ. ആ, ഞാൻ തരാം. വൈകി മോളിക്കുട്ടി ഇട്ട് വെച്ച കോഫി 2 കപ്പിലാക്കി. ഒന്നവന് കൊടുത്തു, മറ്റൊന്ന് അവളും എടുത്തു. ആദ്യം എണീറ്റില്ലായിരിക്കും. നല്ലതുപോലെ ഉറങ്ങിയൊന്നല്ലേ? അവള് നല്ലതുപോലെ ഉറങ്ങി. അമ്മയോ? ഞാനും. കോഫി കുടിക്കുമല്ലേ? എൻ്റെ കൂടെ വാ, നല്ലൊരു ഏരിയ ഉണ്ട്. അവൻ്റെ പിറകെ കോഫിയുമായി അവൾ നടന്നു ചെന്നത് വീടിൻ്റെ സൈഡിലേക്കാണ്.
അവിടെ ഒരുപാട് കിളികളും മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ശല്യമാക്കാതെ രവിയും വൈകിയും ഒരു സൈഡിലായിരുന്നു. ഞാനിവിടെ ഉള്ളപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം സ്ഥലം. രാവിലെയും വൈകിട്ട് എന്ന് ഈ കിളികളും അണ്ണാനും എല്ലാം കാണും. കൂടെ അവർ രണ്ടുപേരും കാണും. മോളിക്കുട്ടിയും ചോയും ദേ അവിടെ കണ്ണാ വീടില്ലേ, അതവരുടെ വീട്. പക്ഷെ അമ്മച്ചി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് അവരെവിടെ നിർത്തും. ഞങ്ങൾ മൂന്നും ഒന്നിച്ച് പഠിച്ചതാ. അതിനിടയിൽ കൂടി ആ രണ്ടൊരു പാലം പണിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. അതിനെ ഫുള്ള് സപ്പോർട്ട് എൻ്റെ അമ്മച്ചിയും. വൈകി അവരെ നോക്കി. മോളിക്കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അപ്പനും അമ്മയും പോയതാ. പിന്നെ അവളെ നോക്കിയതും വളർത്തിയതെല്ലാം അവളുടെ അപ്പൻ്റെ ബന്ധുക്കളായിരുന്നു. പക്ഷെ കേൾക്കുന്ന പോലെ അത്രയും സുഖമൊന്നും അല്ലായിരുന്നു അവളുടെ ജീവിതം. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവളെ അവരെല്ലാം കൂടി. മോളിക്കുട്ടി ഒന്നും പറഞ്ഞില്ല തിരിച്ച്. പക്ഷെ അങ്ങനെ അല്ലല്ലോ അവളുടെ സ്വഭാവം വെച്ച് പറയേണ്ടത്. ഇപ്പം താൻ കാണുന്ന ഒരു മോളിക്കുട്ടിയില്ലേ, അവളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് ആ പഴയ മോളിക്കുട്ടിയെ. കാരണം ഇന്നവൾ ഇത്രയും ആയതിന് കാരണം അതവനാ, എൻ്റെ ജോയി. വേദന തന്ന് കഴിഞ്ഞിരുന്നവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അവനാ. എന്നിട്ടപ്പം ഈ അടിയോ? അത് ചുമ്മാ. ഇടയ്ക്ക് അവളുടെ അപ്പനെ വിളിച്ചില്ലെങ്കിൽ അവനോർക്കം വരില്ല. അതുപോലെ അവനിട്ടൊന്ന് കൊടുത്തില്ലെങ്കിൽ അവൾക്കും. ഈ രണ്ടെണ്ണത്തിൻ്റെയും വെടിയപ്പെട്ട് കുരുതകേട് മുഴുവൻ പഠിക്കുന്നത് ആ പാവൻ്റെ അന്നകൊച്ചും. അതൊരു പാവം കുഞ്ഞ. ആദ്യയുടെ കൂടെ കൂടി എന്തൊക്കെ കാണിക്കുന്ന ദൈവത്തിന് അറിയാം. ആ അത് പറഞ്ഞപ്പോഴാ എനിക്ക് തന്നെ ഒരു ഹെൽപ്പ് വേണം. അമ്മച്ചി തൻ്റെ അടുത്ത് വന്ന് എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞാൽ പോരെ? എന്നാ പിന്നെ പൂർത്തിയായി. അല്ല, എൻ്റെ എന്നോട് അമ്മച്ചി ചോദിക്കാൻ പോകുന്നത് അവിടെ ഞാൻ എങ്ങനെയുണ്ട്, ഏതെങ്കിലും പെങ്കച്ചുങ്ങളോട് കമ്പനിയാണെന്ന് തുടങ്ങി ഞാൻ ചിരിച്ച് കാണിച്ച് പെൺപിള്ളേരുടെ ലീസ്റ്റ് വരെ തന്നോട് ചോദിച്ചറിയും. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെയൊക്കെ പേര് പറയും? ഡേവി അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൽ കെട്ടാൻ പറ്റുന്ന പ്രായത്തിലുള്ളവരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കോളേജിൽ വന്നപ്പോഴും പിള്ളേരുടെ സൈഡിലേക്കൊന്നും നോക്കിയത് പോലുമില്ല. ഇങ്ങനെയുള്ള ആളെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ഫ്ലാറ്റിൽ കെട്ടാൻ പ്രായമായ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? ഇല്ലെന്നേ. സ്റ്റേഷനിൽ പോകുന്നു വരുന്നു, പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലും വരും. അല്ലാതെ വേറെ ആരുമായും അധികം കമ്പനി ഇല്ലല്ലോ. അപ്പം നമ്മൾ തമ്മിൽ എങ്ങനെയാ? നമ്മൾ തമ്മിൽ അതിനെന്താ ഉള്ളത്? താൻ എന്തിനങ്ങനെ ഞെട്ടുന്നത്? ഞാൻ പറഞ്ഞത് ഞാനവിടെ കൂടുതൽ നിങ്ങളോടല്ലേ കമ്പനി. അതും പോരാഞ്ഞ് എൻ്റെ അറിവിൽ തനിക്ക് കെട്ടാനൊക്കെ പ്രായമായതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ? എന്തു നോക്കാൻ? ഒന്നുമില്ല എൻ്റെ പൊന്നേ. എന്തോ പറഞ്ഞാലും മനസ്സിലാവാത്തൊരു മണ്ണൻ തലയായി പോയില്ലേ ഇത്. എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയൊക്കെ ഉണ്ട്. ഓ, അത് ഞാൻ കണ്ടു. ഡെവി, പതിയെ വിളിക്ക് പെണ്ണെ, കിളികളെല്ലാം പറന്നു പോവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ എങ്ങനെ ഒരു ഫോർമാലിറ്റി? താൻ ചോദിക്ക്. തന്നോട് അവനുള്ള സമീപനം എന്താണെന്ന് അറിയാൻ ഇതിൽ നല്ലൊരു അവസരം കിട്ടില്ലെന്ന് മനസ്സിലായതും അവളത് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് ഇരുന്ന് കാപ്പി കൊടുക്കാതെ എന്നെയും മറതയുടെ അടുത്തൊന്ന് രക്ഷിക്കടാ. വൈക പറയാനായി തുടങ്ങിയതും അവിടെ നേർക്ക് ഓടി വരുന്ന ജോയിയെയും അവന്റെ പിന്നാലെ ചപ്പാത്തി കോലും കൊണ്ടുവരുന്ന മോളിക്കുട്ടിയെയുമാണ് കണ്ടത്. പറയാൻ വന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ ആ കാഴ്ച അവളെ ചിരിപ്പിച്ചു. രണ്ടിന്റെയും വരവ് കണ്ടതും മരച്ചുവട്ടിലുണ്ടായിരുന്നവെല്ലാം ജീവനും കൊണ്ട് ഓടി. ആ കിളികളെല്ലാം ഓടിച്ചപ്പോൾ രണ്ടിന് സമാധാനമായോ? അവന്റെ ഒരു കിളി മനുഷ്യനോട് ശ്വാസം മരുതിക്കില്ല. അപ്പോഴാ കയ്യിലിരിപ്പിന്റെ അല്ലേ? എടാ, ഇവൾക്ക് ഭ്രാന്താടാ. അല്ലെങ്കിൽ ഈ അയ്യ മുഴുവൻ ഇട്ട് ഓടിക്കോ. അതിനിടയിൽ പണ്ടാരം പിടിച്ച പൂവൻ കോഴിയില്ലേ, ഇവളുടെ കോവാലൻ, അതിന്റെ പക്കൊരു കൊത്തു വേറെ. കണക്കായിപ്പോയി. ഓടിപ്പോയി അവന്റെ പുറത്ത് വീഴാൻ നിങ്ങളോട് ആര് പറഞ്ഞു മനുഷ്യ? കണ്ണിലിട്ട് കൊത്തു കിട്ടാത്ത ഭാഗ്യം. എന്നിട്ട് വേണം നിനക്ക് എന്നെ പൊട്ടക്കിണന്ന് കൂടി വിളിക്കാൻ. എനിക്കറിയാടി. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് കാപ്പി കിട്ടിയിരുന്നോടാ? കിട്ടി. നിനക്കൊന്നും നാണല്ലേ? രണ്ടും കെട്ടി കൊച്ചായി. എന്നിട്ട് പണ്ടത്തെ പോലെ തന്നെ. മോനെ, പുറത്തേന്ന് കളി കാണുന്നത് പോലെയല്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. നീ പെണ്ണ് കെട്ടില്ലേ? അന്ന് നിനക്ക് എന്നെ മനസ്സിലാവും, എന്റെ ജീവിതം മനസ്സിലാവും. തേങ്ങ പെട്ടുപോയത് ഞാനല്ലേ? നിനക്ക് ഓർമ്മയുണ്ട് ഡേവി ആ ആൽബിനെ? എന്റെ പിറകെ എത്ര നടന്നതാവൻ. അന്ന് അവനോട് ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞേ ഞാൻ ഇന്ന് പല അമേരിക്കയിലും ജീവിച്ചനെ. അതിന് പകരം ഞാൻ പറഞ്ഞത് ആരോടാ? എന്താടി ഇവിടെ നിനക്കൊരു കുറവ്? നിന്നെ ഞാൻ നല്ല പോലെയല്ല നോക്കുന്നേ. പോരാതിന് മാലാകെ പോലെ ഒരു കുഞ്ഞുല്ലേ. ആ ആൽബിന്റെ കൂടെയാണെങ്കിൽ നിനക്ക് അന്നേ കിട്ടിയോ? അത് നീ ഓർക്കണ്ടി. അവൻ പറഞ്ഞത് കേട്ടത് മോളിക്കൂടി തലയിൽ കൈവച്ചു പോയി. വൈകിയും ഡേവിയും ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. ഇനി നീ ഇപ്പൊ തുറക്കണ്ട, അതാ നല്ലത്. ഡേവി ഇടപെട്ട് അവരുടെ പ്രശ്നം സോൾവ് ആക്കിയതും പിന്നീട് അവർ 4 പേരും കൂടി അവിടെ ഇരുന്നു. പറന്നു പോയവരെല്ലാം അതിനോടൊപ്പം തന്നെ തിരിച്ചെത്തിയിരുന്നു. മോളെ എന്നൊക്കെ സമയമായോ? ഇല്ലടി, ആദ്യം ഇനി 10 മണിക്ക് നോക്കിയാൽ മതി. ഇന്നലത്തെ ക്ഷീണെല്ലാം ഇല്ലേ? തനിക്ക് മുമ്പ് കയറി ഉത്തരം പറഞ്ഞ ഡെബിയെ വൈകി നോക്കിയപ്പോൾ അവളുടെ ഒപ്പം മറ്റു 2 ജോഡി കണ്ണുകളും ഉണ്ടായിരുന്നു അവന് നേരെ.